ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് കണവ വച്ചിട്ട് നമുക്ക് കണവ ക്യാപ്സിക്കം ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ കണവ, ക്യാപ്സിക്കം, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത്, നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള, അടുത്ത ആവശ്യമായ കറിവേപ്പില, ഒരു ചെറിയ നാരങ്ങ, അടുത്ത ആവശ്യമായ ഉപ്പ്, കടുക്, കുരുമുളക് പൊടി, അടുത്ത ആവശ്യമായ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഇത് എരിവ് കുറവാണ്, ഇത് ചിക്കൻ മസാലപ്പൊടി, അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഗരം മസാല ചേർത്താലും മതി. അടുത്ത ആവശ്യമായ വെളിച്ചെണ്ണ. ഇനി നമുക്ക് എങ്ങനെയാണ് കണവ ക്യാപ്സിക്കം ഫ്രൈ ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. ഗ്യാസ് കത്തിക്കുക, ശേഷം നമുക്ക് പാൻ വയ്ക്കുക. പാൻ ഒന്ന് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ അടുത്ത ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കുക. കടുക് ഇടാം, അതൊന്ന് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇതിനെ നല്ലതുപോലെ വഴറ്റിയെടുക്കുക. പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ഇട്ട് കൊടുക്കാം. അതിന് നല്ലതുപോലെ വഴറ്റിയെടുക്കേണ്ട, ഒന്ന് വാട്ടിയെടുക്കുക. ജസ്റ്റ് ഒന്ന് കളറൊന്ന് മാറി, ചെറുതായിട്ടൊന്ന് കളർ മാറുന്നത് വരെ ഒന്ന് വഴറ്റുക. പിന്നെ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഈ സമയം ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഉള്ളി വാടി വരെയും ചെയ്യും. അതിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്കിത് ഇനി ഒന്ന് വാട്ടിയെടുക്കാം. ഇനി ആവശ്യത്തിനുള്ളിൽ വാടിയിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ചില്ലിപ്പൊടി. അവിടെ ഇട്ടത് കുരുമുളക് പൊടിയാണ്. ഇനി ഗരം മസാലപ്പൊടി, അതായത് ചിക്കൻ മസാലപ്പൊടിയാണ് ഇട്ടത് ഞാൻ. ഇനി ഇതൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആവുന്ന, കരിഞ്ഞു പോവല്ലേ, ചെറുതായിട്ടൊന്ന് റോസ്റ്റായത് നമുക്ക് നമ്മുടെ കൂന്തൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന്
നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു പച്ചമുളക് കടുക് വറുക്കുന്നതിനൊപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഇവിടെ പച്ചമുളക് ഇടുന്നില്ല. ഇനി മൂടി വെച്ച് അല്പം നേരം വേവിക്കുക. ആ ഒരു വെള്ളം ഇറങ്ങും. ആ വെള്ളം ഇറങ്ങി വറ്റുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ഈ സമയം നമുക്ക് എരിവ്, ആ വെള്ളം വറ്റിയതിന് ശേഷം എരിവും ഉപ്പും നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ എരിവും ഉപ്പും ഇടണം. ഇവിടെ എനിക്കിപ്പം ഉപ്പ് കറക്റ്റാണ്. ഇനി മിച്ചിരിക്കുന്ന നമ്മുടെ കറിവേപ്പില ഇടുക. അതിനുശേഷം നാരങ്ങ നീര് അല്പം ഒഴിക്കുക. ഇനി നമ്മുടെ രണ്ടാമത്തെ മെയിൻ സാധനമായ ക്യാപ്സിക്കം, അത് നീളത്തിൽ അരിഞ്ഞു വച്ചിരിക്കുന്നതാണ്, അതിനെ ഇട്ട് അല്പസമയം, അത് നല്ലതായിട്ട് വാടി പോകാൻ പാടില്ല, നമുക്ക് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്ന പരുവത്തിൽ അതിനൊന്ന് അതിൽ മിക്സ് ചെയ്ത് അല്പം ഒരു 10 സെക്കൻഡ് വച്ചിരുന്നതിന് ശേഷം നമ്മൾ വാങ്ങി വയ്ക്കുക. നമുക്കൊന്ന് ഇത്രയും മതിയാവും. ഇപ്പോൾ നമ്മുടെ കണവ ക്യാപ്സിക്കം ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലോട്ട് ഇതിനെ ഒന്ന് മാറ്റാം. എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ്.